നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഉത്സവമൊക്കെ സമാപിച്ചു. ഉത്സവം കൊടിയിറങ്ങി. ഈ 10 ദിവസങ്ങളിലും ശരിക്കും വളരെ വളരെ സന്തോഷമുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ കഴിഞ്ഞു പോയത്. ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്ന കുറച്ച് ദിവസങ്ങളാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലുള്ള എല്ലാ സന്തോഷവും നിങ്ങൾ ഓരോരുത്തരിലേക്കും എത്തിക്കാനായിട്ടും സാധിച്ചു. അതും വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോയ്ക്ക് ചുവടിയൊക്കെ ആയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഗുരുവായൂർക്ക് വരാനായിട്ട് ആഗ്രഹിച്ചിട്ട് സാധിക്കാത്തവർക്കൊക്കെ ശരിക്കും ഉത്സവം കണ്ട ഒരു പ്രതീതി, ഈ എല്ലാ വിശേഷങ്ങളിലും പങ്കെടുത്ത ഒരു പ്രതീതിയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിന് നന്ദിയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ നല്ല സന്തോഷം തോന്നുക. തീർച്ചയായിട്ടും അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ. പലരും നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണ് കഞ്ഞി കുടിക്കാനൊക്കെ ആയിട്ട് എത്തിയത് എന്ന് പറഞ്ഞു. ദൂരേക്ക് ഇരിക്കുന്നവർക്ക് ഈ കഞ്ഞി കുടിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ശരിക്കും കഞ്ഞി കുടിച്ച പോലത്തെ ഒരു പ്രതീതിയാണ് ഉണ്ടായതെന്നും പറഞ്ഞു കേട്ടോ. ഒരുപാട് ഭക്തരെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ചിലർക്കൊക്കെ വെറുതെ ടാറ്റ കൊടുക്കാനേ സാധിച്ചുള്ളൂ കേട്ടോ. കാരണം തിരക്കിൻ്റെ ഇടയിലായിരിക്കും. ചിലരൊക്കെ അടുത്ത് വന്ന് കൈയൊക്കെ പിടിച്ചു, കെട്ടിപ്പിടിച്ചു, സംസാരിച്ചു, ഫോട്ടോ എടുത്തു. കുറേ പ്രായമായിട്ടുള്ള അമ്മമാരെയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അവരെല്ലാ ദിവസവും വീഡിയോ കാണാറുണ്ട്, എന്നെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞു പോയിട്ടോ. അത്രയും സന്തോഷമുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിലരൊക്കെ ഈ ഉത്സവകാലത്തൊന്നും വരാറില്ലായിരുന്നു ഒന്ന് ഗുരുവായൂർക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടപ്പോഴേ അവർക്ക് ആർക്കും വീട്ടിലിരിക്കാൻ പറ്റണില്ല. അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നവരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരെയും പരിചയപ്പെട്ടു. അപ്പം എല്ലാം കൊണ്ടും നല്ല സന്തോഷമുള്ള ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയും ഗുരുവായൂരപ്പൻ ഇതെല്ലാം ഈ ഗുരുവായൂരിലുള്ള ചടങ്ങുകളെ പറ്റിയും വിശേഷങ്ങളെ പറ്റിയും എല്ലാം നിങ്ങളിലേക്ക് അറിയിക്കാനായിട്ട്, ആ വിവരങ്ങളെല്ലാം എത്തിക്കാനായിട്ടുള്ള അനുഗ്രഹം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൽ നൽകട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഗുരുവായൂരപ്പനെ പറ്റി പറഞ്ഞിട്ട്, ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങളെക്കുറിച്ച്, കഥകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഗുരുവായൂരപ്പനെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. പിന്നെ ഇന്നലെ ഞാനും ലാലാമ്മയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം, നമ്മുടെ പ്രിയപ്പെട്ട ഭക്തരുടെ എണ്ണം 5 ലക്ഷം കവിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ആ ഒരു സന്തോഷം ഒരു സമ്മാനമായിട്ട് ഭഗവാന് സമർപ്പിക്കാം എന്നും കൂടെ കരുതുന്നുണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, ഭഗവാന്റെ പ്രിയപ്പെട്ട നാരായണീയം, മഹത്തായിട്ടുള്ള നാരായണീയം പകർത്തി എഴുതിയിട്ട് ഭഗവാനെ സമർപ്പിക്കാം എന്നാണ് കരുതുന്നത്. അത് നമ്മളെല്ലാവരും കൂടിയിട്ട്, ഇപ്പം ഞാനും വിഷ്ണു, ലാലാമ്മ, മേഘമ്മ മാത്രമല്ല കേട്ടോ, എല്ലാവരും നമ്മുടെ എല്ലാ ഭക്തജനങ്ങളും കൂടിയിട്ട് എഴുതിയിട്ടാണ് ഗുരുവായൂരപ്പനെ സമർപ്പിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പ്രധാനമായിട്ടും ഇന്നത്തെ വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം തന്നെ ഇന്നലത്തെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ഒരു കുഞ്ഞികൃഷ്ണൻ തന്നെയായിരുന്നു കേട്ടോ അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നേ. ഇന്നലെ ആ സമയത്ത് ഉച്ചപൂജ ആയിരുന്നില്ല, പന്തീരടി ആയിരുന്നു. കാരണം ഭഗവാൻ ആ ഉറക്കം എഴുന്നേൽക്കാനായിട്ട് കുറച്ച് താമസിച്ചുള്ളൂ. അപ്പോൾ പന്തീരടി പൂജയ്ക്കാണ് ഇന്നലെ ഭഗവാനെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത്. ഭഗവാൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ശ്രീലകത്ത്. ഇതിൽ ആറാട്ടമൊക്കെ അല്ലേ. അപ്പോൾ ഒരുപാട് പേര് ഭഗവാനെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും കാണാനായിട്ട്, എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് ഒരു കയ്യിൽ ഓടക്കുഴലുണ്ട്, ഒരു കയ്യിൽ താമരപ്പൂവും പിടിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഒരു കുഞ്ഞുണ്ണികൃഷ്ണനായിട്ട് കേട്ടോ. എന്നിട്ട് വരുന്നവർക്കെല്ലാം ഭഗവാൻ പ്രസാദമായിട്ട് ആ താമര കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊരു ഗമയൊക്കെ ഉണ്ട്, സന്തോഷമൊക്കെയാണ് കേട്ടോ ഭഗവാന്റെ മുഖത്തുള്ളത്. കഴിഞ്ഞ ദിവസം പള്ളിവേട്ട കഴിഞ്ഞിട്ടുള്ള ക്ഷീണമൊന്നുമല്ല, കാരണം നന്നായിട്ട് ഉറങ്ങിയിരിക്കണേ. അപ്പം ക്ഷീണമൊക്കെ മാറിയിട്ടാണ് ഭഗവാൻ നല്ല സുന്ദരനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഒരു ഗമയുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു രാജാവിൻ്റെ പോലെ തന്നെ. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ആ ഒരു സന്തോഷം ഭഗവാന്റെ മുഖത്തുണ്ടായിരുന്നത്. അതിൻ്റെ തലേദിവസം എല്ലാവരെയും കാണാനായിട്ട് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളിയല്ലോ ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട്. അപ്പോൾ ഒരു രാജാവിൻ്റെ പോലെയാണ് എഴുന്നള്ളിയത്. എന്നിട്ട് തിരികെ വന്നിട്ടും ആ ഒരു പ്രൗഢിയോട് കൂടി തന്നെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. കിരീടവും ചെങ്കോലും ഒന്നും അല്ല പിടിച്ചിരിക്കുന്നത്, ഓടക്കുഴലാണ് പിടിച്ചിരിക്കുന്നത്. എന്നാലും ആ ഒരു ഇരുത്തം ഉണ്ടല്ലോ, കുറച്ച് ഗമയായിട്ടുള്ള ഒരു ഇരുത്തം.
ആ ഇരുത്തമായിട്ടാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ബോധിപ്പിച്ചോളൂ, ഞാനതെല്ലാം കാണുന്നുണ്ട്, അതിൻ്റെ പരിഹാരമൊക്കെ ഞാൻ നൽകാം. സന്തോഷങ്ങളുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞോളൂ, എന്താണെങ്കിലും എൻ്റെ അടുത്ത് പങ്കുവെച്ചോളൂ, എല്ലാം കേൾക്കാനായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്നുള്ള ഒരു ഭാവത്തിൽ തന്നെയാണ് ഭഗവാൻ ഇന്നലെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഭഗവാന്റെ ആ ഒരു ചിന്തയുണ്ടല്ലോ, അതും എല്ലാവരുടെ മനസ്സിലേക്കും എത്തുന്നുണ്ടായിരുന്നു. എന്തിനും ഏതിനും ഭഗവാനെ ആശ്രയിക്കാം, ഭഗവാനിലേക്ക് എത്താം, അപ്പോൾ അതിനെല്ലാം ഭഗവാൻ ഉത്തരം നൽകും എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് എല്ലാ ഭക്തജനങ്ങളും ഇന്നലെ ഭഗവാനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭഗവാന്റെ ആറാട്ട് മുങ്ങി ഭഗവാനെ തൊഴുത് ആത്മനിർവൃതിയോട് കൂടിയിട്ടാണ് എല്ലാവരും മടങ്ങിയത് കേട്ടോ. അപ്പം അത്രയും സന്തോഷമുള്ള ഒരു ആറാട്ടായിരുന്നു. ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ധാരാളമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു. അതവിടെ എത്തിയവർക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ എത്തിയവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും, പക്ഷെ എത്താത്തവരെയും ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. വന്നവരെ മാത്രമല്ല കേട്ടോ, ഭഗവാനെ ഓരോ നിമിഷവും മനസ്സിൽ സ്മരിക്കുന്നവർക്കും ഭഗവാൻ ധാരാളമായിട്ട് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഭഗവാന്റെ കയ്യിലുള്ള താമരപ്പൂക്കൾ അവർക്കും തീർച്ചയായിട്ടും ഭഗവാൻ നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ആ ഇരിക്കുന്ന, അതായത് ഓടക്കുഴലും താമരയും ഒക്കെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഭഗവാന്റെ രൂപം നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് നമ്മുടെ ഭഗവാൻ നമ്മൾ സമർപ്പിക്കാൻ പോകുന്ന ആ സമ്മാനത്തെക്കുറിച്ച് പറയാം കേട്ടോ. നാരായണീയമാണ് നമ്മൾ എഴുതി സമർപ്പിക്കാനായിട്ട് പോകുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് എഴുതുന്നത്. പലരും മുൻപ് എഴുതി സമർപ്പിച്ചിട്ടുണ്ടായിരിക്കും, എന്നാലും ഒന്നും കൂടെ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിൽ പങ്കുകൊള്ളാം കേട്ടോ. എല്ലാവരും കൂടെ പങ്കെടുക്കണം എന്ന് തന്നെയാണ് ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൻ്റെ ആഗ്രഹം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയാം കേട്ടോ. നമ്മൾ ഒരു പുസ്തകം എടുക്കുക, അത്യാവശ്യം വലിപ്പമുള്ള പുസ്തകം എടുത്തോളൂ. കാരണം നാരായണീയത്തിലെ എല്ലാ ശ്ലോകങ്ങളും നമുക്ക് എഴുതണം. 1034 ശ്ലോകങ്ങളുണ്ട്, ഇതെല്ലാം നമുക്ക് എഴുതണം. അപ്പോൾ അതെല്ലാം നിറയുന്ന ഒരു വലിയ പുസ്തകം എടുക്കുകയായിരിക്കും നല്ലത് കേട്ടോ. എന്നിട്ട് നാരായണീയം എടുക്കുക. അപ്പോൾ നാരായണീയം എല്ലാവരുടെ കയ്യിലും ഉണ്ടാകും എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇല്ലാത്തവരുണ്ടായിരിക്കും, അങ്ങനെയുള്ളവർ വേഗം തന്നെ അതായത് പകർത്തി എഴുതണം ഇതിൽ എന്ന് ആഗ്രഹിക്കുന്നവർ വേഗം തന്നെ ഒരു നാരായണീയം സ്വന്തമാക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്കത് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ സ്റ്റോറിലുണ്ട്. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാരായണീയം കൊറിയർ ചെയ്ത് നൽകുന്നതായിരിക്കും. അപ്പോൾ പലതരത്തിലുള്ള നാരായണീയം ഉണ്ടായിരിക്കും, ശ്ലോകം മാത്രമുള്ളത്, അർത്ഥമുള്ളത്. നമ്മൾ ശ്ലോകങ്ങളാണ് പകർത്തി എഴുതാനായിട്ട് പോകുന്നത് കേട്ടോ. അത് ഒരു ദിവസം ഒരു ശ്ലോകം എന്നുള്ള രീതിയിൽ എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എഴുതുന്ന സമയത്ത് സാധാരണ നാമം നാരായണ നാമം എഴുതുന്ന പോലെയല്ല കേട്ടോ, കുറച്ചൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊക്കെയാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പുസ്തകം എടുക്കുക. ആദ്യത്തെ പേജിൽ ഇപ്പോൾ 1-ാം ദശകം മുതലാണ് നമ്മൾ എഴുതുന്നത്. 100 ദശകങ്ങളുണ്ട്. ദശകം 1 എഴുതുക. അപ്പോൾ അത് എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്നുണ്ടായിരിക്കും, ഭഗവാന്റെ സ്വരൂപ വർണ്ണന. അങ്ങനെയാണെങ്കിൽ അത് എഴുതുക. എന്നിട്ട് ശ്ലോകത്തിൻ്റെ നമ്പർ ഇടുക. ആദ്യത്തെ ശ്ലോകം നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് തെറ്റുകൂടാതെ പകർത്തി എഴുതുക. നാരായണീയത്തിൽ എങ്ങനെയാണോ അത് എഴുതിയിരിക്കുന്നത് അതേപോലെ തന്നെ. ഇപ്പോൾ ആദ്യത്തെ വരിയിൽ ഇത്രേ ഉണ്ടാവുള്ളൂ, അപ്പോൾ അത് മാത്രം എഴുതുക. രണ്ടാമത്തെ വരി കൃത്യമായിട്ട് എഴുതുക. അതേപോലെ തന്നെ വേണം എഴുതാനായിട്ട്. പിന്നെ ഈ ശ്ലോകത്തിലുള്ള എന്തെങ്കിലും ചിഹ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതേപോലെ തന്നെ അത് പകർത്തി എഴുതണം. ഒരു എസ് ആകൃതിയിലുള്ള ചിഹ്നമൊക്കെ ഉണ്ട്, പ്രശ്ലേഷം എന്നാണ് അതിന് പറയുക. അതൊക്കെ പകർത്തി എഴുതണം. ഹൈഫനൊക്കെ ഉണ്ട്. അപ്പോൾ ഹൈഫനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൂട്ടി വായിക്കണം, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളൊക്കെയാണത്. അപ്പോൾ അത് അതേമാതിരി തന്നെ നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ എല്ലാ ദിവസവും ഇപ്പോൾ ഏത് സമയത്താണ് എഴുതേണ്ടതെന്നുള്ള ഒരു ചിന്തയൊക്കെ വരും. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കുളിച്ചിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് എഴുതാനായിട്ട് ഇരിക്കാം. ഇത് സാധിക്കാത്തവരുണ്ടായിരിക്കും. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർ, ആ രാവിലത്തെ സമയം തിരക്കുള്ളവരുണ്ടായിരിക്കുമല്ലോ. ജോലിക്ക് പോകുന്നവരാണെങ്കിലും കുട്ടികളതിനെയൊക്കെ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ട് ഓടുന്നവരൊക്കെ ആണെങ്കിലും അവർക്കൊന്നും ചിലപ്പോൾ അതിരാവിലെ ഒരു സമയം കണ്ടെത്താനായിട്ട് സാധിച്ചു എന്ന് വരില്ല. വിഷമിക്കണ്ട കേട്ടോ. നമ്മുടെ ആ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഫ്രീ ആകുന്നപ്പോൾ രാവിലെ ഒരു 10 മണിക്ക് ശേഷം ഫ്രീ ആകുള്ളൂ എന്ന് വിചാരിക്കുക. ആ സമയത്ത് എഴുതാം, അത്രയേ ഉള്ളൂ. നമ്മളത് എഴുതുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ശുദ്ധിയോട് കൂടിയിട്ട് വൃത്തിയോട് കൂടിയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ പീരീഡ്സ് പുലവാലായ്മ അങ്ങനെയുള്ള സമയത്തൊന്നും എഴുതരുതെന്ന് പറയാറുണ്ട് കേട്ടോ. കാരണം
എഴുതരുത്, ചൊല്ലരുത്, വായിക്കരുത്, അങ്ങനെയൊക്കെയാണ് പൊതുവേ പറയുക. നാരായണീയമാണ്, അത് ഭഗവാനാണ്. പിന്നെ നമുക്ക് എഴുതിയിട്ട് ഗുരുവായൂരപ്പനെ സമർപ്പിക്കാനുള്ളതും കൂടിയാണ്. അതുകൊണ്ടാണ് ശുദ്ധിയുള്ള സമയത്ത് എഴുതണം എന്ന് പറയണത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഗുരുവായൂരപ്പനെ സമർപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ, അത് നിങ്ങൾ എഴുതി കഴിയുന്ന സമയത്ത്, എപ്പോഴാണോ എഴുതി കഴിയുന്നത് അപ്പോൾ കൊണ്ടുപോകുന്നിട്ട് സമർപ്പിക്കാം. ഇനി കൊണ്ടുവരാൻ സാധിക്കാത്തവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിനെ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തൊഴാനായിട്ട് പോകുന്ന സമയത്ത് സമർപ്പിക്കാം കേട്ടോ. അങ്ങനെയും കൂടെ ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ തെറ്റുകൂടാതെ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അറിയാതെ നമ്മളൊന്ന് തെറ്റ് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പുസ്തകം തുറന്ന് വെച്ച് നാരായണീയം തുറന്ന് വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആദ്യത്തെ ശ്ലോകം എഴുതുമ്പോൾ അത് നന്നായി ഒന്ന് വായിക്കുക. ഒരു തവണ വായിച്ചിട്ട് രണ്ടാമത്തെ തവണ വായിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് പരിചയമാവും. പിന്നെ ഒരു 4-5 തവണ വായിച്ച് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എഴുതാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്കൊന്ന് വൃത്തിയായിട്ട്, അതായത് തെറ്റുകൂടാതെ എഴുതാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 തവണ വായിക്കുന്നതിന് തുല്യമാണ് ഒരു തവണ എഴുതുന്നതെന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ വായനയും എഴുത്തും കൂടി ആകുമ്പോൾ നമുക്ക് ആ ശ്ലോകങ്ങളൊക്കെ ആയിട്ട് ഒരു പരിചയം വരും. ഇപ്പോൾ ചില ശ്ലോകങ്ങൾ മാത്രമായിട്ട് നാരായണീയത്തിൽ അറിയുന്നവരുണ്ടായിരിക്കും, മുഴുവൻ അറിയുന്നവരുണ്ടായിരിക്കും കേട്ടോ, എന്നാലും വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വായനയും എഴുത്തും കൂടി ആകുമ്പോൾ നമുക്ക് അതിനോടൊക്കെ ഒരു പരിചയം വരും. അപ്പോൾ ക്രമേണ നമുക്കത് കൂടുതൽ അറിയാനായിട്ട്, കൂടുതൽ പഠിക്കാനൊക്കെ ആയിട്ട് ഒരു ചിന്ത തോന്നും. നമ്മൾ ഭഗവാനെയാണ് അറിയാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് വായിക്കാനായിട്ടും തോന്നും, നമുക്കത് വൃത്തിയായിട്ട് തെറ്റുകൂടാതെ എഴുതാനും സാധിക്കും. അപ്പോൾ തെറ്റുകൂടാതെ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എഴുതുന്ന സമയത്ത് അറിയാതെ ഒരു തെറ്റ് വന്നു എന്ന് വിചാരിക്കുക. ചിലപ്പോൾ ഒരു ദീർഘടാനൊക്കെ ആവും മറന്നു പോയിട്ടുണ്ടാകുക. അപ്പോൾ ഒരു വാക്കൊക്കെയാണ് തെറ്റ് വന്നതെന്ന് വെച്ചാൽ ആ വാക്ക് അവിടെ അതായത് തിരുത്തിയിട്ട് അപ്പുറത്ത് എഴുതുക. ഇപ്പോൾ ഒരക്ഷരമാണ് തെറ്റിയെങ്കിൽ കൂടെ ആ വാക്ക് മുഴുവനായിട്ട് നമ്മൾ വെട്ടിയിട്ട്, വാക്ക് കേട്ടോ മുഴുവനായി വെട്ടിയിട്ട് അപ്പുറത്ത് എഴുതാം. അത്രയേ ഉള്ളൂ. കഴിവതും ആ തെറ്റുകൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലും അത് വരാം, സാധ്യതയുണ്ട്. അതിലൊന്നും വിഷമിക്കണ്ട കേട്ടോ, അതിലൊന്നും കുഴപ്പമില്ല. തെറ്റ് സംഭവിച്ചാൽ അത് തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ തെറ്റുകൂടാതെ എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇപ്പോൾ ഒരു ദിവസം, എല്ലാ ദിവസവും ഒരു ശ്ലോകം വെച്ച് എഴുതാന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം ഒരു ശ്ലോകം എഴുതി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ചിലപ്പോൾ എഴുതാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോഴും പരിഭ്രമിക്കണ്ട. അതിൻ്റെ അടുത്ത ദിവസം 2 എഴുതിയാൽ മതി. അതായത് ഇന്നത്തെയും കൂടെ അടുത്ത ദിവസം എഴുതിയാലും മതി കേട്ടോ. അപ്പം അങ്ങനെയൊന്നും വിരോധമുള്ള കാര്യമല്ല. പിന്നെ ഇപ്പോൾ ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു ശ്ലോകം എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലരുടെ നിറയും, എടുക്കുന്ന പുസ്തകത്തിനനുസരിച്ച് എഴുതുന്നവരുടെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ വലിപ്പത്തിനനുസരിച്ചൊക്കെ ആയിരിക്കും അതിൽ കൊള്ളുന്നത്. അപ്പോൾ ഒരു ശ്ലോകമാണോ ഒരു പേജിൽ എഴുതാൻ പറ്റിയത്, കുഴപ്പമില്ല, അത് എഴുതിയാൽ മതി. ഇനിയിപ്പോൾ ചിലർക്ക് 2 ശ്ലോകങ്ങൾ എഴുതാൻ പറ്റും, ചിലർക്ക് 3 അതിൽ കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്ക് എങ്ങനെയാണോ സാധ്യമാവണത് അതേപോലെ എഴുതുക കേട്ടോ. അപ്പോൾ പൊതുവെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. അങ്ങനെ എഴുതിയിട്ടാണ് നമ്മൾ ഭഗവാനെ സമർപ്പിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ ഈ ശ്ലോകങ്ങൾ നമ്മൾ ഒരു ദിവസം ഒരെണ്ണം വെച്ചിട്ട് എഴുതണം എന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നാരായണീയത്തിലാണെങ്കിൽ 1034 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ ഓരോ ദിവസം വെച്ച് എഴുതുമ്പോൾ ഒരു വർഷത്തിലെ 365 ശ്ലോകങ്ങളാണ് എഴുതാൻ പറ്റുക. അപ്പോൾ ഇതെല്ലാം എഴുതി സമർപ്പിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 2.25-3 വർഷത്തോളം എടുക്കും. അപ്പോൾ പലർക്കും ഒരു ചിന്തയുണ്ടായിരിക്കും, ഇത്രയും കൂടുതൽ സമയം എടുത്തിട്ട് വേണോ സമർപ്പിക്കാനായിട്ട്, പെട്ടെന്ന് സമർപ്പിച്ചുകൂടെ എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ എന്താണ് സങ്കല്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും തിരക്കുള്ള ജീവിതം ജീവിക്കുന്നവരാ. അതിൽ കുറച്ച് സമയമെങ്കിലും നമുക്ക് ഭഗവാന് വേണ്ടിയിട്ട് ഒന്ന് നീക്കി വെക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അത് വളരെ നല്ലതല്ലേ. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണമെന്ന് ഗുരുവായൂരപ്പനോട് ചോദിച്ചപ്പോഴും ഗുരുവായൂരപ്പൻ അതാ പറഞ്ഞു കേട്ടോ, അപ്പോൾ അതൊക്കെ ചെയ്താൽ മതി. സമയം, അതായത് തിരക്കൊന്നും ഇല്ല, നമ്മൾ സമാധാനത്തിൽ ഭഗവാൻ അത് സമർപ്പിച്ചാൽ മതി എന്ന് തന്നെ ഗുരുവായൂരപ്പനും പറഞ്ഞേ. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്, കുറച്ച് സമയമെങ്കിലും ഭഗവാന് വേണ്ടിയിട്ട് നീക്കി വെക്കാം. ഒരു ശ്ലോകം എഴുതാനായിട്ട് ഏറെ വന്നാൽ ഒരു 5 മിനിറ്റേ എടുക്കുള്ളൂ. അത് നന്നായി ഒന്ന് വായിച്ച് ഒന്ന് വൃത്തിയായിട്ട് പകർത്തി എഴുതാനായിട്ട് ആ ഒരു 5 മിനിറ്റ് നമുക്ക് ഭഗവാന് വേണ്ടി നീക്കി വെക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് കേട്ടോ. ഇനി വേഗത്തിൽ എഴുതി സമർപ്പിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉള്ളവരുണ്ടായിരിക്കും. കാരണം ധ്രുവൻ അങ്ങനെയാണ്. ധ്രുവന് 6 മാസമേ വേണ്ടി വന്നുള്ളൂ ആത്മസാക്ഷാത്കാരം നേടാനായിട്ട്. പക്ഷേ പ്രചേതസ്സുകൾക്ക് വർഷങ്ങൾ വേണ്ടി വന്നു. അപ്പോൾ അത് ഓരോരുത്തരുടെ സമയം, അവർക്ക് കുറേ സമയം ഉണ്ടായിരുന്നു, അവർ കുറേ സമയം എടുത്തു, ധ്രുവന് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ഈ സമയം എത്ര ശ്ലോകങ്ങൾ വെച്ച് എഴുതണം, എത്ര ദിവസത്തിനുള്ളത് തീർക്കണം, അങ്ങനെയുള്ള അഭിപ്രായങ്ങളിൽ വ്യത്യാസങ്ങളുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അതുകൂടെ നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും. എന്നിട്ട് നല്ലൊരു ദിവസം നോക്കിയിട്ട് നമുക്ക് എഴുതി തുടങ്ങാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ എത്തിയതിന് ശേഷം മാത്രമാണ് ആ ഒരു ദിവസം ഞാൻ അറിയിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കത് ഭംഗിയായി തന്നെ എഴുതാൻ ഭക്തിയോട്
കൂടി എഴുതാം, ഭഗവാന് നമ്മുടെ സമ്മാനമായിട്ട് നൽകാം എന്ന് കരുതുകയാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ എല്ലാവരും വീഡിയോക്ക് ചുവടെയായിട്ട് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് കഥ പറയാം കേട്ടോ. ഞാൻ മുൻപ് വരരുചിയുടെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ വിഷ്ണുവിൻ്റെ അടുത്തൊരു ഭക്ത വിളിച്ച് ചോദിച്ചു കേട്ടോ, അവർ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ് കണ്ടത്, അതിലെ ആദ്യത്തെ ഭാഗമല്ലല്ലോ, രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ ആ ഭാഗം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതിൻ്റെ ബാക്കിയുള്ള ഭാഗം എവിടെയെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു കണക്ഷൻ ആയിട്ട് പറയുന്നത് കൊണ്ട് തന്നെ തുടക്കം മുതലുള്ള വീഡിയോസ് കണ്ടാലാണ് ഈ കഥയുടെ ആദ്യ ഭാഗം മുതൽ കേൾക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്, വരരുചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ട് ഓരോരുത്തരും കേമന്മാരായി ഓരോ സമുദായത്തിൽ നിന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ദിവ്യ എന്താ പറയുക, അവരുടെ കഴിവുകൾ ഉണ്ടായിരുന്നു. ആ കഴിവുകൾ ഓരോരുത്തരും മഹാന്മാരായല്ലോ, അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകൾ ഒക്കെ അവർ കാണിക്കുന്നുണ്ടായിരുന്നു. അത് ഈ മക്കൾക്ക് മാത്രമല്ല കേട്ടോ, മേഴത്തോൾ അഗ്നിഹോത്രിയുടെ ആ ഒരു പത്നിക്കും അദ്ദേഹത്തിൻ്റെ അന്തർജനത്തിനും കൂടിയിട്ട് ആ ഒരു ദിവ്യ ശക്തി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇന്ന് ഒരു കഥ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ അന്തർജനം കുളിക്കാനായിട്ട് പുഴയിലേക്കാണ് പോകുന്ന സമയത്ത് ഒരു താലം കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ തളികയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു താലം കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവരുടെ എന്തോ ആവശ്യത്തിന് കൊണ്ടുപോയതാണ്. അതൊക്കെ തേച്ച് മിനുക്കിയിട്ട് അവിടെ വെച്ചു. അപ്പോൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ തട്ടിയിട്ട് ഇത് ഒഴുകി പോകാനൊരു സാധ്യതയുണ്ട്. അത് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് മണലിട്ട് വെച്ചു. മുകളിൽ കുറച്ച് ഭാരം വന്നു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കുമല്ലോ, അങ്ങനെയാണ്. എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞു തിരികെ പോകാൻ നേരം ഈ താലം എടുക്കാനായിട്ട് നോക്കിയപ്പോൾ അത് അവിടുന്ന് വരുന്നില്ല, അതവിടെ ഉറച്ചു പോയി എന്നാണ് പറയണത്. അതിനെ തൃത്താലപ്പൻ എന്നുള്ള, അത് അവിടെ ഉറച്ചു പോയിട്ട് അതാണ് തൃത്താലപ്പൻ എന്ന് മാറിയത് എന്ന് പറയാറുണ്ട് കേട്ടോ. ഇപ്പോഴും അവിടുത്തെ ഒരു വിഗ്രഹം മണ്ണിട്ട് മൂടിയിട്ടുള്ള ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ എല്ലാവർക്കും ഒരു ദിവ്യ ശക്തി ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. പിന്നെ നാരായണത്ത് ഭ്രാന്തന്റെ കഥയാണ് കേട്ടോ. അതിൽ ഭദ്രകാളിയെ കണ്ടുമുട്ടിയിട്ട് ആ കാലിലെ മന്ത് മറ്റേ കാലിലേക്ക് മാറ്റുന്ന കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ദിവ്യത്വം കാണിക്കുന്ന വേറൊരു കഥയുണ്ട്. നാരായണത്ത് ഭ്രാന്തൻ ഒരു ശ്രാദ്ധം ഉണ്ണാനായിട്ട് പോകുകയാണ്. അപ്പോൾ കൂടെ ഒരാളും കൂടെ കൂടി. ഇത് ഭക്ഷണമാണല്ലോ കിട്ടാനായിട്ട് പോകുന്നത്, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നാരായണത്ത് ഭ്രാന്തൻ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഞാനും കഴിക്കും എന്നുള്ള ഒരു രീതിയിലാണ് ഈ കൂടെയും ആൾ പോയത്. അവിടെ പോയിട്ട് ശ്രാദ്ധം കൊണ്ട് വയറു നിറച്ച് മൂക്കുമുട്ടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരികെ വരിക. അപ്പോൾ ഈ കൂടെ പോയ ആൾക്ക് ഒന്ന് ദാഹിച്ചു കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്, കുഴപ്പമില്ല വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു മൂശാരി എന്നൊക്കെ പറയില്ലേ, കൊല്ലൻ, അവരുടെ ആലയിലെ ഇങ്ങനെ ഓടിങ്ങനെ കത്തിച്ചിട്ട് അതിങ്ങനെ ചുട്ട് പഴുത്ത് ഇങ്ങനെ ഒലിക്കുന്ന ആ ഒരു അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. നാരായണത്ത് ഭ്രാന്തൻ വേഗം പോയിട്ട് അതിൻ്റെ എടുത്തു, എന്നിട്ട് കുടിക്കാൻ കൊടുത്തു. ഈ ആൾക്ക് അയ്യോ എനിക്കിത് കുടിക്കാൻ പറ്റില്ല, ഇത് എനിക്ക് പൊള്ളു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുടിക്കുന്നതെല്ലാം നീ കുടിക്കില്ലേ, ഞാൻ കുടിക്കുന്നതെല്ലാം നീ കുടിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അതങ്ങടാ കുടിച്ചാൽ കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ഒരു കുഴപ്പമുണ്ടായില്ല. ഈ കൂടെ വന്ന ആൾക്ക് അതിശയം തോന്നി, കാരണം അത്രയും ദിവ്യത്വം ഉണ്ടായി. അതുകൊണ്ടാണ് ആ ഒരു ചുട്ടുപഴുത്ത ആ ഒരു ഓട്, ആ ഒലിച്ചിറങ്ങുന്ന ഒരു ഓട് കുടിച്ചപ്പോഴും ഒന്നും സംഭവിക്കാതിരുന്നത്. അത്രയും ദിവ്യ ശക്തിയുള്ളവരായിരുന്നു അവരെന്നാണ് പറയണത്. ഇതേപോലെ തന്നെ ഒരിക്കലും നാരായണത്ത് ഭ്രാന്തൻ ഈ കട്ടുറുമ്പുകളൊക്കെ ഇങ്ങനെ പോകുമല്ലോ, അതിനൊക്കെ ഇങ്ങനെ എണ്ണുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇരുന്ന് എണ്ണുന്ന സമയത്ത് വേറൊരാൾ വന്ന് ചോദിച്ചു എത്ര എണ്ണം ആയി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 10,000 എണ്ണം പോയിട്ടുണ്ട്, ഇനി ബാക്കി 10,000 കൂടെ കടന്നു പോകാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്നാൾ ഞെട്ടിപ്പോയിട്ടോ, കാരണം ഇദ്ദേഹത്തിൻ്റെ വയറ്റിൽ ഒരു അസുഖം ഉണ്ടായിരുന്നു, ഒരു വേദന ഉണ്ടായിരുന്നു. അപ്പോൾ വേദനയ്ക്ക് ചികിത്സിക്കാനായിട്ട് 10,000 രൂപ ആദ്യമേ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ഇനി 10,000 കൊടുത്താലേ മാറൂന്ന് പറഞ്ഞു. അതുതന്നെയാണ് നാരായണത്ത് ഭ്രാന്തനും പറഞ്ഞത്, ആ 10,000 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും എന്നാണ് പറഞ്ഞത് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. ആ പറഞ്ഞതുപോലെ ചെയ്തു, അദ്ദേഹത്തിൻ്റെ വയറുവേദനയും മാറി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞ് പ്രവചിക്കാനുള്ള ആ ഒരു കഴിവൊക്കെയും ഇവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. ഇങ്ങനെ ഓരോ മക്കളെ പറ്റിയിട്ടും നിരവധി കഥകളുണ്ട് കേട്ടോ. അതിൽ ചിലതൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയാത്ത കഥകളൊക്കെ അടുത്ത ദിവസം പറയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് മാത്രമേ ആ ഒരു കണക്ഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ വരരുചിയുടെ മക്കളുടെ, അതായത് പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ബാക്കിയുള്ളവരുടെ ദിവ്യത്വത്തിൻ്റെ കഥകളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഒപ്പം തന്നെ ഒന്നും കൂടെ പറയാനുള്ളത്, നമ്മൾ നാരായണീയം എഴുതി സമർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ആഗ്രഹിക്കുന്ന വേറെയും പേരുണ്ടായിരിക്കും, ചിലപ്പോൾ അവരൊന്നും ഈ വീഡിയോ കാണാനായിട്ട് ഇടവരില്ല. അപ്പോൾ കാണുന്നവരെ അവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഒരുമിച്ച് എഴുതാലോ, എന്നിട്ട് ഒരുമിച്ച് ഭഗവാനെ കൊണ്ടുവന്ന് സമർപ്പിക്കാലോ. അതിന് വേണ്ടിയിട്ടാണ് എത്രത്തോളം പേർക്ക് അതിൽ പങ്കെടുക്കാൻ സാധിക്കുമോ അത്രത്തോളം പേർക്ക് പങ്കെടുക്കാനായിട്ടുള്ള അനുഗ്രഹം ഗുരുവായൂരപ്പൻ നൽകട്ടെ. പിന്നെ ഗുരുവായൂരപ്പൻ്റെ കാര്യം ആയതുകൊണ്ട് തന്നെ, ഗുരുവായൂരപ്പനെ കൂടുതൽ അറിയാനായിട്ടുള്ള ഒരു സന്ദർഭം ആയതുകൊണ്ട് തന്നെ എല്ലാവരും അതിന് തയ്യാറാകും എന്ന് തന്നെ
തന്നെയാണ് വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ, അതായത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ പുസ്തകം എടുക്കുമ്പോൾ വലിയ പുസ്തകം എടുക്കാമെന്നൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓരോരുത്തരുടെയും സ്ഥിതികളൊക്കെ വ്യത്യാസമായിരിക്കും. ചെറിയതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചെറിയതാകുമ്പോൾ എണ്ണം കൂടുതൽ വേണ്ടി വരും, അതുകൊണ്ടാണ് ഞാൻ വലുതെന്ന് പറഞ്ഞത്. പക്ഷെ അതിലൊന്നും യാതൊരുവിധ വിരോധവും ഇല്ല, നിർബന്ധം ഒന്നിനും ഇല്ല കേട്ടോ. ഓരോരുത്തർക്ക് സാധിക്കുന്നത് പോലെ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇനി എന്തായാലും എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് ഇപ്പം എന്നാണ് തുടങ്ങേണ്ടതെന്നും ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതൊക്കെ ഇനി വരുന്ന വീഡിയോസിലായിട്ട് അറിയിക്കാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്ന് തന്നെ കരുതുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും അത് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കട്ടെ, നന്നായി തുടങ്ങാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും ഇതേപോലെയുള്ള ഈ കഥയുടെ ബാക്കി ഭാഗവും, അതുപോലെ ഇനി കൂടുതൽ വിശേഷങ്ങളുണ്ടെങ്കിൽ അതും, ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവും, പുതിയ പുതിയ അറിവുകളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.